കല്ലകത്ത് ബീച്ചിലെ ചോക്കോ 916 എന്ന ബ്രോസ്റ്റ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഹാരിസാണ് ഞങ്ങളുടെ കൂടെ. ഹാരിസ് ഇന്നലത്തെ സംഭവം ദൃക്സാക്ഷിയാണ്. ഞായറാഴ്ച നല്ലോണം ആളുകൾ. അപ്പോൾ ഈ ഞായറാഴ്ച ആളുകൾ ഞങ്ങൾ കുറേ വണ്ടികൾ എല്ലാ ഞായറാഴ്ചയും നല്ലോണം ആൾക്കാരുള്ള ഒരു സമയം. പക്ഷേ ഇവിടെ അതിൻ്റെ കോസ്റ്റ് ഗാർഡോ അങ്ങനെ വലിയ ഇത് സന്നാഹങ്ങൾ നമ്മൾ കാണല്ലാണ്ട് പോലീസുകാരുണ്ടാവും, അത് മാത്രമേ ഉണ്ടാകും. പിന്നെ ഞങ്ങൾ 4 മണിക്ക് ഷോപ്പ് തുറന്നപ്പോൾ ഈ വണ്ടി ഈ കടൽ സൈഡിൽ കുറേ വണ്ടിയുണ്ട്. അതൊന്നല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറേ വണ്ടികൾ. അപ്പോൾ ഞങ്ങളിതുപോലെ തന്നെ 4 മണിക്ക് ഷോപ്പ് തുറന്ന് അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ബീച്ചിലുള്ള എല്ലാ ടീമും ഇവിടെ ഉണ്ടാവലുണ്ട്. സാധാരണ കല്ലത്തുള്ള അങ്ങനെ ഇവർക്കൊരു സ്വഭാവമുണ്ട്, വൈകിട്ട് എല്ലാവരും ഇവിടെ ഒത്തുചേരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് ഇവര് കൂക്കിയിടുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കളിക്കുന്ന 2 ദിവസം മുന്നേ 3 ബസ് കുട്ടികൾ വന്നിട്ട് ആ വീഡിയോ സെൻഡ് എടുത്തിട്ടുണ്ട്. 3 ബസ് കുട്ടികൾ വന്നിട്ട് ഈ ബീച്ചിലിരുന്ന് കുട്ടികളെല്ലാം ബീച്ചിലേക്ക് ഇറക്കിയിട്ട് അവർ ബീച്ചിൽ മാഷന്മാർ പുറത്ത് നിന്ന് കാഴ്ച കാണുന്ന ഒരു അങ്ങനെ നമ്മൾ കണ്ടു. പക്ഷെ ഈ നാട്ടുകാർ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ നക്കത്ത് കയറാനുള്ള ഒരു സ്വഭാവം ഇവിടെയുള്ള വരുന്നവർക്ക് എല്ലാവർക്കും ഇതെന്താ കടലിന്റെ അവസ്ഥ എന്ന് അറിയണമെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിക്കണം. അത് എല്ലായിടത്തും ഓരോന്നിന്റെ ഓരോ തര അവസ്ഥകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കൂക്കി കേട്ടപ്പോൾ ഇവിടെയുള്ള ഈ നാട്ടുകാർ ട്യൂബും സാധനങ്ങളും എടുത്ത് ഓടിയത് കൊണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത സംഗതി 4:45 എല്ലാവരെയും കിട്ടി. പക്ഷെ ഈ ഒരാൾ മിസ്സാകാൻ കാരണം, അല്ലെങ്കിൽ അവർ അത് എടുക്കേണ്ടതാണ്, ഒരാൾ മിസ്സാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി കൊണ്ടുപോയ 3 പേരുടെ കൂടെ ഈ ഫൈസൽ എന്ന ആളുണ്ടോ ഇല്ലേ എന്താന്നുള്ള എല്ലാവർക്കും കൺഫ്യൂഷനായി. അപ്പം ഒരാളെ മിസ്സായിക്കെന്ന് പറഞ്ഞ് പോലീസുകാർ എത്തി, ആംബുലൻസ് എത്തി, എല്ലാവരും എത്തി. അതിനുശേഷം ഒരു 1/4 മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റ് സംഘം എത്തിക്ക്. പക്ഷേ സംഭവം നടക്കുന്നതിനെ കുറിച്ച് ഇവര് നന്നായിട്ട് കടലിലേക്ക് ഇറങ്ങിയിരുന്നു. നന്നായിട്ട് ഇവര് തന്നെ പറയുന്നുണ്ടല്ലോ, ഇവര് നന്നായിട്ട് കൈപിടിച്ചിട്ട് 5 പേര് 6 പേര് ഇങ്ങനെ കൈപിടിച്ചിട്ട് വീഡിയോ എടുത്തേക്ക് ഇവര് വീഡിയോ എടുക്കുന്ന രംഗങ്ങളെല്ലാം നമ്മളിപ്പോ കടലിലേക്ക് ഇറങ്ങുന്നേരം പുറത്ത് നിൽക്കുന്നവരെന്തായാലും വീഡിയോ എടുക്കും. അങ്ങനെ അവര് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ കൂക്കിയിടുന്നത്. പക്ഷെ നമ്മളിപ്പോ സാധാരണ കടലിലൊക്കെ ഉള്ള കളിക്കുമ്പോ ചെറുങ്ങനെ ഇറങ്ങി മുന്നോട്ട് പോകും. അതിപ്പോ ഈ പറയുന്ന ഞാനായാലും കടലുമായിട്ട് കളിക്കുമ്പോ നമ്മളൊന്ന് ബാക്കോട്ട് ലേശോട്ട് പോയാലോ എന്നുള്ള ഒരു ഇതുണ്ടാവും. ആ കടലിന് അറിയാത്ത ആളായത് കൊണ്ട് ഇവിടുന്ന് ആരെങ്കിലും അറിയുന്ന ആളാച്ചാൽ ബാക്കോട്ട് പോകില്ല, കയത്തിലേക്ക് കരക്ക് അഭിമുഖമായിട്ടാണോ? അല്ലല്ല, തിരിഞ്ഞു നിന്നിട്ടാണ് നമ്മൾ കടലിലേക്ക് ഇങ്ങനെ പോവുക. കടലിലേക്ക് തിരിഞ്ഞു നിന്ന് കടലിലേക്ക് ബാക്ക് പോകുന്ന രീതിയാണ് സാധാരണ ഇവിടെ എല്ലാവരും അങ്ങനെയാ ചെയ്യും. അവർ അന്നേരം ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ആ സമയം ബോഡി കിട്ടി. അല്ലെങ്കിൽ ഇനിയും ഇവിടെ കല്ലും കായ് പറിക്കുന്ന കല്ല് അങ്ങനെ കുറെ പ്രശ്നങ്ങളുടെ ഉള്ളിലോട്ട്. കരക്കൊന്നുമില്ല, കരക്ക് നമ്മള് ചുയ്യോ അങ്ങനെ ഇതുവരെ ആർക്കും ഒരു പ്രശ്നം പറ്റിയ നമ്മള് ഒരു 5-8 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ആർക്കും ഒന്നും പറ്റിയത് നമ്മൾ അറിയയില്ല. നമ്മളിവിടെ വരുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണ് സംഗതി. പെട്ടെന്ന് ഇവര് അറിയാണ്ട് കുറച്ച് ബാക്കോട്ട് ഇറങ്ങി. അതായത് ഒന്നായിട്ട് നമ്മൾ ഇറങ്ങിയല്ലോ, നമ്മളൊരു രസത്തിന് വേണ്ടി ബാക്കോട്ട് ഇറങ്ങി കാലടി തെറ്റി, അരയോളം വെള്ളത്തിൽ പോകുന്ന കാലടി തെറ്റി 5 ആളും 5 ബൈക്കും ആയിപ്പോയി.